നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 18 തിരുവചനം. കർത്താവിൻ്റെ വചനം കേട്ടോ, ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. ആ കർത്താവിൻ്റെ സ്നേഹം കണ്ടോ, കരുതൽ കണ്ടോ, കൈയടിച്ചോ. ഇതാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ആഗ്രഹം എന്താ? നമ്മൾ നശിച്ച് കാണുക, അല്ലേ? നമ്മൾ ആരെങ്കിലും രക്ഷപ്പെട്ട് കാണാൻ ഈ ലോകം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നു മുതലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, ശത്രുക്കൾ ഉണ്ടാവുന്നത്? നമ്മൾ രക്ഷപ്പെട്ടത് മുതൽ, നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു തുടങ്ങുന്നത് മുതൽ, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അന്ന് മുതലാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്, ശത്രുതകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ലോകം എപ്പോഴും കാണുന്നത് നമ്മളെല്ലാവരും നശിച്ച് കാണണം, തകർന്ന് കാണണം. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു പോളിസിയാണത്. ആർക്കും ആരെയും ഇഷ്ടമല്ല. ആരും വളരുന്നത് ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. മാത്രമല്ല, അസൂയ എന്ന് പറയുന്ന ആ ദുരാത്മാവ് ഇന്ന് ലോകം മുഴുവൻ, അല്ലേ, നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവില്ലെന്ന് പറയുമ്പോൾ, നമുക്കറിയോ നമ്മുടെ തലയിലെ എത്ര മുടികൾ നശിച്ചു പോകുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്? നമുക്കൊരിക്കലും അറിയില്ല നമ്മുടെ തലയിലെ ഏതൊക്കെ മുടിയാണ് ഡാമേജ്ഡ് ആയിട്ടുള്ളതെന്നല്ലേ. പക്ഷെ കർത്താവ് പറയുകയാണ്, കർത്താവ് എല്ലാം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഒരു തലമുടി ഇഴക്ക് പോലും ഇത്രമാത്രം വില കർത്താവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് എത്രമാത്രം കരുതലോടെയാണ് ഇരിക്കുന്നത്. നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, എസ്പെഷ്യലി നമ്മുടെ ഭാവിയെക്കുറിച്ച് കർത്താവിനുള്ള കരുതൽ എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 18 തിരുവചനം നമുക്ക് എല്ലാവർക്കും മാംസം ധരിക്കട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവിൽ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.